ഹലോ, അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അതൊരു കുറഞ്ഞ ഗ്യാപ്പിന് ശേഷം കേട്ടോ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത്. അത് നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും ലോങ് വീഡിയോ വളരെ കുറവായിരുന്നു. ഗുരുവായൂരിലേക്ക് ഷിഫ്റ്റ് ആയതിന് ശേഷം ആദ്യമായിട്ട് പുറത്ത് പോകുന്നത് നമ്മൾ ഗുരുവായൂർ ആനക്കോട്ട കാണാനായിട്ടാണ്. രാവിലെ ഡ്യൂട്ടിക്ക് പോയ ആൾ ഉച്ചയായപ്പോഴേക്കും വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് റെഡി ആയിട്ടിരിക്കും, ഞാനിപ്പോൾ വരും എന്നുള്ളത്. അങ്ങനെ ഒരു കോൾ വരേണ്ട താമസം ഞങ്ങൾ രണ്ടാളും സെറ്റായിട്ടിരുന്നു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ള യാത്രയായതുകൊണ്ട് തന്നെ അതിന് തുടക്കം തൊട്ടുള്ള വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ട ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ വരാൻ ഒരു കാരണം എന്ന് അത് ഞങ്ങളുടെ പുത്രൻ തന്നെയാട്ടോ. അതായത് അവന് വലിയ കാര്യം ആനേനെ. അപ്പം ഇത്രയും വലിയ ആനേനെയൊക്കെ അടുത്ത് കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്തത് ഇവൻ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കണമായിരുന്നു. നല്ലതായിട്ട് ഒത്തിരി പേരൊക്കെ സെൽഫിയൊക്കെ എടുക്കാനൊക്കെ ചെല്ലും. പേടിയും മടിയും കാരണം ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. പിന്നെ ഇവൻ നല്ല ഡാൻസായിരുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ ഇച്ചിരി കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു കണ്ടതിൽ ഏറ്റവും കൊമ്പ് നീളമുള്ള ഇവനായിരുന്നു തോന്നുന്നു. പേരൊന്നും അറിയില്ല, പക്ഷെ നല്ല ഡാൻസൊക്കെ ആയിരുന്നു. ഇവന് അല്പം ഡേഞ്ചറാണെന്ന് തോന്നുന്നു കേട്ടോ. ലുക്കും ഭാവമൊക്കെ കണ്ടിട്ട് മൊത്തത്തിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ മൊത്തം ദേഹത്തൊക്കെ മണ്ണ് വാരി എറിയുന്നതായിരുന്നു. ചൂട് കാരണമാണോ എന്തോ. ഇവിടെ ഒത്തിരി ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ 2-3 കുസറ്റ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഇല്ലൻ ടച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങളവിടെ ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വന്ന് ചാവക്കാട് ബീച്ചിലേക്കാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളൊരു ബീച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ ഒത്തിരി ബീച്ചുകൾ അങ്ങനെയൊന്നും പോയിട്ടില്ല. എന്നാലും കോഴിക്കോട്, അതുപോലെ തൃശ്ശൂർ, എറണാകുളം, ഫോർട്ട് കൊച്ചി അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആക്റ്റീവായിട്ട് തോന്നി. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി നമുക്കങ്ങനെ ബോറടിക്കാത്ത സൈസ് നമ്മൾ ഇരിക്കാനും അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്കായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ പാർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കറക്കമൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചിന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാട്ടോ ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഗോകുലം പാർക്ക് ഗുരുവായൂരിൽ. പിന്നെ നമ്മുടെ ആക്ടർ സുരേഷ് ഗോപിയുടെ മകളുടെ വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ ഇവിടെ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.